കളെ താഴോട്ട് നോക്കത് വ്യക്തമാ. കോട്ടുവായി നബിക്കില്ലാത്തതാണ് അതിലൊന്ന്, ഇരിക്കാത്തതാണ് ഈച്ച ജസദിൽ വന്ന്. മുൻഭാഗം പോല കാഴ്ചയിൽ നബി പിന്നിലും, അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തെ വന്നതേ. മറാത്തിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അശ്ആരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകളാണ് ഈ വരികളിലൂടെ നമുക്ക് മഹാനവറുകൾ പറഞ്ഞു തന്നത്. പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ കാര്യങ്ങൾ ഒരാള് ഹിഫ്ളാക്കി വെച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാവിധത്തിലുള്ള ഫിത്നയിൽ നിന്നും നിർഭയനാകുമെന്നും, അതോടൊപ്പം കള്ളന്റെ ഷർറ്, തീകത്തൽ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അവൻ നിർഭയനാണ് എന്ന് ജവാഹിറുൽ അശ്ആർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉള്ളതായി മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? 1 കോട്ടുവായി നബിക്കില്ലാത്തതാണ് അതിലൊന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു ഷർറാണ് ഈ കോട്ടുവായ എന്നുള്ളത്. ഒരാൾ കോട്ടുവായിട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണമെന്നാ. കാരണം അത് പിശാചിൽ നിന്നാണ് കോട്ടുവാ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇരിക്കുമ്പോഴായിരിക്കും, പ്രത്യേകിച്ച് ഒന്ന് കുറച്ച് ഖുർആൻ ഓതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വായിച്ച് അത് നിസ്കാരത്തിലും അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ പഹയൻ വരുന്നത്. ചില ആളുകൾ ആന്നും പറഞ്ഞിങ്ങനെ വാവളിച്ചിടുന്നതാണ്. കോട്ടുവായി എന്നാൽ കൈകൊണ്ട്, ഇടത്തെ കൈകൊണ്ട് വായ പൊത്തുകയും അതോടൊപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടലും പ്രത്യേകം സുന്നത്താണ്. അപ്പൊ ആ ഒരു സ്വഭാവം, ആ ഒരു ഷർറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. മറ്റൊന്നത് ഇരിക്കാത്തതാണ് ഈച്ച ജസദിൽ വന്ന്. നബിയുടെ ശരീരത്തിൽ, അവിടുത്തെ പവിത്രമായ പൂമേനിയിൽ ഈച്ച എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇരിക്കില്ല എന്നാണ്. കാരണം ഈച്ച ഇരിക്കുന്നത് നമുക്കൊക്കെ അറിയാലോ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തകുൻ കദുബാബിൻ ബിൽ ജുറൂഹി വഖഅ ദൂന സിഹാഹി അലൽ അളാഇ മുസ്തലിമാ. ഈച്ചയുടെ സ്വഭാവം എന്താ? നീ ഈച്ചയെ പോലെ ആകരുത് എന്നാ. കാരണം ഈച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര നല്ല ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മ്ലേച്ഛമായ അല്ലെങ്കിൽ അളിഞ്ഞ പൊട്ടിയിരിക്കുന്ന അഴുക്കുള്ള സ്ഥലത്തെ ഈച്ച ഇരിക്കുള്ളൂ. അത് ശരീരത്തിലെന്നല്ല, ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് എന്നാൽ അങ്ങനത്തെ സ്ഥലമാണ് ഈച്ചക്ക് ഏറ്റവും കൂടുതൽ പഥ്യം. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ ഉപദേശം ഉപമ കൊണ്ടുവന്നത് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഒരിക്കലും ഫത്തിഷ് ഉയൂബക ഖബ്ല ഐബി ഗൈരിക മൻ ഖുല്ലി മിനൻ നാസി മിൻ ഐബിൻ ലഹു സലിമ എന്നാണ്. നീ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കണ്ട, അതിനു മുമ്പ് നിന്റെ സ്വന്തം ന്യൂനതകൾ നീ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ നോക്കി നിന്നാൽ തന്നെ നമുക്ക് പിന്നെ മറ്റുള്ളതിനൊന്നും സമയം കിട്ടൂല. അപ്പൊ അവനവന്റെ ന്യൂനതകൾ തേടി നടക്കുക. ഈച്ചയെപ്പോലെ മറ്റുള്ളവരുടെ ഗുണഗണങ്ങൾ കാണാതെ ചെറിയ തെറ്റുകൾ ഇങ്ങനെ വലുതാക്കി പർവ്വതീകരിച്ച് നടക്കുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്നിപ്പോ നടക്കുന്ന അതാണല്ലോ. വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവരുടെ സേവന രംഗത്ത് എത്രയോ വലിയ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതൊന്നും കാണാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്ത് ഇപ്പൊ അതാണ് പറയുന്നത്. ഉള്ളതുമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിയുണ്ടാക്കി മറ്റുള്ളവരെ സമൂഹത്തിൽ താരടിക്കുക എന്നൊരു സ്വഭാവം ഇന്ന് വല്ലാതെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഷർറുകളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ആ ഈച്ച എന്ന് പറയുന്ന സാധനം അത് മലിനമായ സ്ഥലത്തിരിക്കുന്ന സാധനമാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കൂല. അതുപോലെ മുൻഭാഗം പോലെ ആ കാഴ്ചയിൽ നബി പിന്നിലും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസിലൊക്കെ വന്നാണ്,
നിബിതങ്ങൾ അവിടുന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ കാണാൻ കഴിയൂ. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് പിന്നിലുള്ളതും കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞതല്ലേ, നിങ്ങളുടെ സ്കാരത്തിന് ഹബീബായ നബിതങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബിന് അറിയാം. നിങ്ങളുടെ ഖുശൂഉം നിങ്ങളുടെ ഖുളൂഉം നിങ്ങളുടെ റുക്കൂഉം സുജൂദും ഒക്കെ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു തആല അത് ഓരോരുത്തർക്ക് അവൻ ഉദ്ദേശിച്ചത് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തിഹി മൻ യശാ. അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അത് അംഗീകരിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ അതുപോലെ തന്നെ പിന്നിലുള്ള വിഷയങ്ങളും കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും മനുഷ്യന്റെ ഒരു വലിയ ദൗർബല്യമാണ്, ബലഹീനതയാണ് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം, ഉറക്കത്തിൽ സ്ഖലനം ഉണ്ടാകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലെത്തിയാൽ ആ സദസ്സിൽ എത്ര വലിയ ആചാര ബാഹുക്കളായ ഗാംഭീര്യമുള്ള ഹൈബത്തുള്ള എത്ര വലിയ ആളുകളുണ്ടെങ്കിലും അവരെക്കാളെല്ലാം എപ്പോഴും നബിതങ്ങളുടെ ആ ജസദ്, അവിടുത്തെ ഹൈബത്ത് അത് ഉയർന്നു തന്നെ നിൽക്കും. ഒരു സദസ്സിൽ നബി ഇരുന്നാൽ മറ്റുള്ളവരെക്കാളെല്ലാം നബിയുടെ ചുമര്, അവിടുത്തെ ആ തോള് മറ്റുള്ളവരെക്കാൾ എപ്പോഴും ഒരുപടി ഉയർന്നു നിൽക്കും. അള്ളാഹു തആല അത് ഉയർത്തുന്നതാണ്. കണ്ടോ? അപ്പൊ എല്ലാ നിലക്കും ഹിസ്സിയായും മാനവിയായും ഒക്കെ നബിതങ്ങൾ ലോകത്തിൽ ഏറ്റവും ഉയർന്ന അതുല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ടോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ അവിടുത്തെ കാഷ്ടവും മൂത്രവും ഒരിക്കലും ഭൂമിക്ക് വെളിയിൽ കാണൂല, അതപ്പോൾ തന്നെ ഭൂമി വിഴുങ്ങും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ അൽ ഐനാനി തനാമാനി വൽ ഖൽബു ലാ യനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് ഉറങ്ങിയാലും ഖൽബുറങ്ങൂല. അഥവാ എല്ലാ സംഭവങ്ങളും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. നമ്മൾ അങ്ങനെയല്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പരിസരത്ത് നടക്കുന്ന നമുക്കൊരു ബോധം ഉണ്ടാവില്ല, അല്ലേ? പക്ഷേ നബി തങ്ങൾ അങ്ങനെയല്ല. നബിയുടെ കണ്ണ് ബാഹ്യമായി ഉറങ്ങുമെങ്കിലും അവിടുത്തെ ഖൽബ് ഉറങ്ങുന്നില്ല. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടിപ്പോകില്ല, തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, അല്ലേ? നബിയുടെ അടുത്തേക്ക് വരികയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മൃഗങ്ങൾ ഇങ്ങോട്ട് അടുക്കുകയാണ് അവിടുത്തെ കാരുണ്യത്തിന്റെ തണൽ തേടി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ്. ഈ പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമാണ്, കരുണയാണ്, കരുണാകടാക്ഷമാണ്. ആ കാരുണ്യത്തിന്റെ കവാടമായ പ്രവാചക പ്രഭുവിന്റെ കരുണയുടെ തണൽ തേടി മൃഗങ്ങൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. നമ്മളെ കാണുമ്പോൾ സാധാരണ നമുക്കറിയാം പലപ്പോഴും മൃഗങ്ങൾ ഓടിപ്പോകാറാ, അല്ലേ? പക്ഷേ നബിയെ കാണുമ്പോൾ അങ്ങനെ ഓടലില്ല, എല്ലാം വളരെ ഭവ്യതയോടുകൂടി നിൽക്കും. നബിയുടെ അടുത്തേക്ക് ചാരത്തേക്ക് വരും, അവിടുത്തെ വിഷമങ്ങളും പരാതികളും അള്ളാഹുവിന്റെ ഹബീബിനോട് പറയും. കണ്ടോ? നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. നമുക്കൊക്കെ നിഴലുണ്ട്, ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്, സൂര്യന്റേതായ ആ പ്രതിബിംബം. പക്ഷേ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ ഖിത്താൻ ചെയ്യപ്പെട്ട നിലയിൽ, മാർക്കം ചെയ്യപ്പെട്ട നിലയിലാണ് നബിയെ പ്രസവിക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. അതാണല്ലോ നമ്മളെപ്പോഴും മങ്കൂസ് മൗലിദിലൊക്കെ മറ്റുമൊക്കെ ഓതുന്നത്, മഖ്തൂനും മൽഫൂഫുൻ ബിസൗബിൻ മിനസ് സൂഫിൽ അബിയദ്. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. അതെ, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അവിടുന്ന് മാർക്കം ചെയ്യപ്പെട്ട നിലയിൽ
സുർമയിടപ്പെട്ട നിലയിൽ, നല്ല വെള്ളവസ്ത്രം കൊണ്ട് പൊതിയപ്പെട്ട നിലയിൽ, ഇങ്ങനെയൊക്കെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. സുജൂദിലായിട്ടാണ് അവിടുന്ന് പ്രസവിച്ച് വീണത്. ഇതൊക്കെ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ 10 ഖുസൂസിയാത്തുകൾ, പ്രത്യേകതകൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതായി സ്വഹീഹായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരാൾ കാണാതെ പഠിച്ചു വെക്കണം, എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ഒന്നുകൂടി എനിക്കും കൂടി ഓർക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും പ്രത്യേകം ഓർത്തു വെക്കുക. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോട്ടുവായയില്ല. 2, അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കില്ല. 3, നബിതങ്ങൾ മുൻഭാഗത്തേക്ക് കാണുന്നത് പോലെ പിന്നിലുള്ളതും കാണുന്നു. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കത്തിൽ ഒരിക്കലും സ്ഖലനമുണ്ടാകില്ല. 5, നബി ഒരു സദസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചുമര്, അവിടുത്തെ ശരീരം എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കും. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂത്രമൊഴിച്ചാൽ, കാഷ്ടിച്ചാൽ അവിടുത്തെ കാഷ്ടവും മൂത്രവും ഭൂമിയിൽ കാണൂല. 7, കണ്ണിനുറക്കമുണ്ട്, എന്നാൽ കൽബുറങ്ങൂല. കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. 8, നബിയെ കണ്ടാൽ മൃഗങ്ങൾ ഓടില്ല. 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. 10, നബി മഖ്തൂനായ നിലയിൽ, മാർക്കം ചെയ്യപ്പെട്ട നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മറ്റ് പ്രോഗ്രാമുകളിലേക്ക് ബന്ധപ്പെട്ട ഉസ്താദുമാരെ, പ്രവർത്തകരെ കടന്നു വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ സംഗമിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെയും ദുന്യവിയും മുഖ്റവിയുമായ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കുമാറാവട്ടെ.